കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല. ടൂറിസത്തിൽ വൻ കുതിച്ചുചാട്ടത്തിനൊരുങ്ങുകയാണ് കൊച്ചി. ഒരു വർഷത്തിനുള്ളിൽ തന്നെ കൊച്ചിയുടെ മുഖച്ഛായ മാറും. പ്രവർത്തനം ആരംഭിച്ച് മാസങ്ങൾക്കകം തന്നെ ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധ ആകർഷിച്ചതാണ് വാട്ടർ മെട്രോ പദ്ധതി. കൊച്ചിക്ക് ചുറ്റുമുള്ള ദ്വീപുകളിലേക്കുള്ള യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ ആരംഭിച്ച വാട്ടർ മെട്രോ പദ്ധതി 2025ഓടെ പൂർത്തിയാകും. കൂടുതൽ ബോട്ടുകളും ബോട്ട് ടെർമിനലുകളും സജ്ജമാക്കുന്നതോടെ പദ്ധതിക്ക് പൂർണ്ണ രൂപം വരും. 2023 ഏപ്രിൽ 26-നായിരുന്നു കൊച്ചി വാട്ടർ മെട്രോ പ്രവർത്തനം ആരംഭിച്ചത്. 2016-ൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് വൈറ്റിലേക്കും ഇൻഫോ പാർക്കിനും ഇടയിലുള്ള ആദ്യ പാത 2021 ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. 2023 ഏപ്രിൽ 25-ന് പ്രധാനമന്ത്രി ഇത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുകയും 26-ന് യാത്രക്കാർക്കായി തുറന്നുകൊടുക്കുകയും ചെയ്തു. വാട്ടർ മെട്രോ സംവിധാനത്തിന്റെ കുറഞ്ഞ നിരക്ക് 20 രൂപയും കൂടിയ ടിക്കറ്റ് ചാർജ് 40 രൂപയുമാണ്. ഓഹരി പങ്കാളിത്തത്തിന്റെ 74% കേരള സർക്കാരിന്റെയും 26% കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെയും ഉടമസ്ഥതയിലാണ്. ഒരേ സമയം 100 പേർക്ക് സഞ്ചരിക്കാവുന്ന ബോട്ടുകളാണ് കൊച്ചി വാട്ടർ മെട്രോയിൽ ഉള്ളത്. വികലാംഗർക്ക് അനുയോജ്യമാകുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ബാറ്ററിയിലും ഹൈബ്രിഡ് മോഡിലും പ്രവർത്തിപ്പിക്കാമെന്നതാണ് ഈ ബോട്ടുകളുടെ പ്രത്യേകത. 78 ബോട്ടുകളാണ് പദ്ധതിയിൽ ആകെ ഉള്ളത്. ഇതിൽ 10 എണ്ണം PPP മാതൃകയിലുള്ളതാണ്. അതൊഴികെ 68 എണ്ണവും അടുത്ത വർഷം സർവീസ് നടത്താനാകും. ഇതുവരെ 23 ബോട്ടുകളാണ് വാട്ടർ മെട്രോയ്ക്ക് ലഭിച്ചത്. 5 റൂട്ടുകളിലാണ് ഇവ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ പ്രദേശങ്ങളിലേക്ക് അതിവേഗം സർവീസ് വ്യാപിപ്പിക്കുന്നതിനേറെ ഭാഗമായി ഫണ്ടിംഗ് ഏജൻസിയായ KFWന്റെ അനുമതിയോടെ 15 പുതിയ ബോട്ടുകൾക്കുള്ള ടെൻഡർ വ്യാഴാഴ്ച ക്ഷണിച്ചു. 10 ദ്വീപുകൾ ഉൾപ്പെടെ ബന്ധിപ്പിച്ചുള്ള 16 വാട്ടർ മെട്രോ ടെർമിനലുകൾ 4 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കും. പദ്ധതിയുടെ ആദ്യഘട്ടത്തിലെ 38 ടെർമിനലുകളിൽ 5 നിന്നാണ് ഇപ്പോൾ സർവീസ്. ഹൈക്കോടതി ചിറ്റൂർ വാട്ടർ മെട്രോ സർവീസ് ഉടൻ ആരംഭിക്കും. പിന്നാലെ ടെർമിനൽ നിർമ്മാണം പൂർത്തിയായ മുളവുകാട്, നോർത്ത് ചേരാനെല്ലൂർ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ തുടങ്ങുമെന്നും അധികൃതർ പറഞ്ഞു. അനുദിനം വാട്ടർ മെട്രോ ഉപയോഗിക്കുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട്. കഴിഞ്ഞ 300 ദിവസത്തിനിടെ 17 ലക്ഷം പേരാണ് വാട്ടർ മെട്രോ യാത്രികരായത്. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ എത്തുന്ന ഹൈക്കോടതി വൈപ്പിൻ റൂട്ടിലാണ് യാത്രക്കാരേറെയും. വിനോദസഞ്ചാരികളാലും കേരളീയരാലും കൊച്ചി അടിമുടി മാറുമെന്ന് ഇനി നിസ്സംശയം പറയാം. You are watching India's first NGO television, Malanadu TV India.